നമസ്കാരം. 2026 തമിഴ്നാടൻ വിജയിയെ സംബന്ധിച്ച് അത്ര നല്ലൊരു വർഷമല്ല എന്ന് നമ്മൾ കുറച്ചു മുൻപേയുള്ള ഒരു വീഡിയോയിലൂടെ സംസാരിച്ചിരുന്നു. ജനനായകൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സിനിമയെ മുൻനിർത്തിക്കൊണ്ടുള്ള വീഡിയോ ആയിരുന്നു അത്. ഒരുപക്ഷെ നിങ്ങൾ നമ്മുടെ വീഡിയോ സ്ഥിരമായി കാണുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അത് ശ്രദ്ധിച്ചിട്ടുമുണ്ടാവും. 2026 തുടക്കത്തിൽ തന്നെ വിജയ് അവസാനമായിട്ട് അഭിനയിക്കുന്ന, അതായത് വിജയ് തന്റെ സിനിമാ ജീവിതം അവസാനിപ്പിച്ച് മുഴുനീള രാഷ്ട്രീയ ജീവിതത്തിലേക്ക് മാറുകയാണ്. അങ്ങനെ 2026 വിജയ് അവസാനമായിട്ട് അഭിനയിക്കുന്ന ജനനായകൻ എന്ന് പറയുന്ന ഒരു സിനിമ റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നു. ഈ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് തന്നെ പലതരത്തിലുള്ള വിവാദങ്ങളും റൂമറുകളും വന്നിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഈ ഒരു സിനിമ മറ്റൊരു തെലുങ്കു സിനിമയിൽ നിന്നും കോപ്പി അടിച്ച് ഉണ്ടാക്കിയത് ആണ് എന്നുള്ളതായിരുന്നു. അതായത് നന്ദമൂരി ബാലയ്യ അഭിനയിച്ചിട്ടുള്ള ഭഗവന്ത് കേസരി എന്ന് പറയുന്ന സിനിമയുടെ തമിഴ് റീമേക്ക് ആണ് ഈ ജനനായകൻ എന്നുള്ള രീതിയിലുള്ള റൂമേഴ്സുകൾ ആദ്യമേ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇത് സത്യമാണെന്ന് തെളിയിക്കുന്ന രീതിയിൽ തന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ ഇതിന്റെ ഓരോ പോസ്റ്ററും അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ ട്രെയിലറൊക്കെ പുറത്തുവിട്ടു. എന്നിട്ട് അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഭഗവന്ത് കേസരിയുടെ കോപ്പിയല്ല, മറിച്ച് അതിൽ നിന്നുള്ള കുറച്ച് കണ്ടന്റുകൾ എടുത്തു വെച്ചിട്ട് വിജയുടെ പുതിയ രാഷ്ട്രീയ ജീവിതവുമായി കൂട്ടിക്കലർത്തിയിട്ടുള്ള ഒരു സിനിമയാണെന്നായിരുന്നു. അങ്ങനെ വലിയ രീതിയിൽ ഇതൊരു ചർച്ചാ വിഷയമായതിനു ശേഷം ഈ സിനിമ ജനുവരി 9, അതായത് 2026 ജനുവരി 9 റിലീസ് ചെയ്യണമെന്നായിരുന്നു നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ആ ഒരു സമയത്തിന്റെ 2 ദിവസം മുമ്പേ തന്നെ സെൻസർ ബോർഡ് സിനിമ റിലീസ് ചെയ്യുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഹർജി നൽകുകയായിരുന്നു. അങ്ങനെ വിജയും അണിയറ പ്രവർത്തകരും കൂടെ കോടതിയെ സമീപിക്കുന്നു. സിനിമ പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ കോടതി കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സിനിമ ഉടനെ തന്നെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അനുമതി കൊടുക്കുന്നു. അതായത് UA സർട്ടിഫിക്കറ്റോട് കൂടിയിട്ട് സിനിമ റിലീസ് ചെയ്യാനുള്ള അനുമതി കൊടുക്കുന്നു. പക്ഷേ അപ്പോഴും സെൻസർ ബോർഡ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഉടനെ തന്നെ ഈ ഒരു കോടതി അങ്ങനെ ഒരു അനുമതി കൊടുത്തതിന്റെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ മറ്റൊരു ഹർജിയാണ് നൽകുന്നത്. അതായത് സിനിമ സെൻസർ ചെയ്യുന്ന സെൻസർ ബോർഡിനാണ് ഈ ഒരു സിനിമയുടെ റിലീസ് അനുമതി നൽകാനുള്ള ഉത്തരവിനുള്ള അനുമതി നൽകാനുള്ള കഴിവുള്ളത്. അതുകൊണ്ട് തന്നെ കോടതി ഈ ഒരു കാര്യത്തിൽ ഇടപെടരുത് എന്നും അങ്ങനെ ഒരു ഹർജി നൽകുന്നു. കോടതി അക്കാര്യത്തിലും സെൻസർ ബോർഡിന്റെ കൂടെ നിൽക്കുന്നു. അങ്ങനെ വിജയുടെ സിനിമ താൽക്കാലികമായിട്ട് റിലീസ് ചെയ്യുന്നത് തടയുന്നു. അങ്ങനെ സിനിമ ജനുവരിയുടെ അവസാനം വരുമെന്നുള്ള റൂമേഴ്സ് വന്നു. ഫെബ്രുവരിയിൽ ആദ്യ ഭാഗത്ത് വരുമെന്നുള്ള റൂമേഴ്സ് വന്നു. അങ്ങനെ ഫെബ്രുവരി അവസാനിക്കാറായുന്ന സമയത്താണ് മറ്റൊരു വാർത്ത കൂടെ ഈ ഒരു സിനിമയുമായിട്ട് പുറത്തോട്ട് വരുന്നത്. അതായത് സിനിമ താൽക്കാലികമായിട്ട് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ റിലീസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള രീതിയിൽ. അങ്ങനെ ഇരിക്കെ വിജയിന്റെ ഈ ഒരു സിനിമയുടെ വിവാദങ്ങൾ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ പലതരത്തിലുള്ള റൂമേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയുക പ്രകടിപ്പിക്കുകയും പരസ്യമായി വിളിച്ചു പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ BJP-യുടെ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള നയനാർ നാഗേന്ദ്രൻ എന്ത് ചെയ്യുന്നു, ഒരു പൊതുപരിപാടിയിൽ വിജയിയെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം പറയുന്നു. ആ കാര്യം ഇങ്ങനെയാണ്: വിജയ് ഇലക്ഷനിൽ വരുന്നതിനും തൊട്ടു മുമ്പ് തന്നെ നടി തൃഷയുടെ വീട്ടിൽ നിന്ന് പുറത്തു വരണമെന്നും ഇലക്ഷനിൽ മത്സരിക്കുന്നതിന് മുമ്പ് വിജയ് തൃശയിൽ നിന്നും പുറത്തു വരണമെന്നുള്ള രീതിയിൽ നടൻ വിജയെയും അതുപോലെ തന്നെ തൃശയെയും കൂട്ടിക്കലർത്തിക്കൊണ്ട് ഒരു വിവാദ പരാമർശം BJP-യുടെ തമിഴ്നാട് അധ്യക്ഷനായിട്ടുള്ള നയനാർ നാഗേന്ദ്രൻ എന്ത് ചെയ്യുന്നു, പുറത്തുവിടുന്നു. ഇത് വലിയ രീതിയിൽ തന്നെ എന്താണ് പറയുക, സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ ഏറ്റെടുത്ത് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമാക്കി മാറ്റുന്നു. ഈ ഒരു നയനാർ നാഗേന്ദ്രൻ പറഞ്ഞ ഈ ഒരു വാക്ക് എന്ന് പറയുന്നത് അവിടുത്തെ ഇപ്പൊ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റാലിന്റെ പാർട്ടി പോലും എന്ത് ചെയ്തിട്ടുണ്ട്, നയനാർ നാഗേന്ദ്രനോട് പറയുന്നുണ്ട് അത്തരത്തിലുള്ള പേഴ്സണൽ വിഷയങ്ങളൊന്നും രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാൻ പാടില്ല, ഇത്തരത്തിൽ മോശമായിട്ടുള്ള ഒരു സ്ത്രീയെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളൊന്നും പറയാൻ പാടില്ല എന്ന് ആ ഒരു സമയത്ത് അവിടെ ഭരിച്ചിരുന്ന ഭരണപക്ഷം പോലും പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ നയനാർ നാഗേന്ദ്രൻ എന്ത് ചെയ്യുന്നു, വിജയോട് തൃശയോടും പരസ്യമായിട്ട് മാപ്പ് പറയുന്നു. അങ്ങനെ വിജയുമായിട്ടുള്ള ഈ ഒരു വിവാദ പരാമർശങ്ങൾ ഇങ്ങനെ എന്താ പറയാ ചൂടാണെങ്കിൽ ഇങ്ങനെ വരുന്ന സമയത്താണ് ഇപ്പോ ഇതാ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് നടൻ വിജയ്ക്കെതിരെ അദ്ദേഹത്തിന്റെ ഭാര്യ വിവാഹമോചന ഹർജി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു വിവാഹമോചന ഹർജിയിൽ നടൻ വിജയുടെ ഭാര്യ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വിജയ്ക്ക് തന്റെ സഹപ്രവർത്തകയായിട്ടുള്ള ഒരു സിനിമാ നടിയുമായിട്ട് അവിഹിത ബന്ധമുണ്ടെന്നും വിജയ് പലതവണ ഇത് കുടുംബം താക്കീത് നൽകിയിട്ടും വിജയ് പിന്നീട് ഈ സ്ത്രീയുമായിട്ട് ബന്ധം തുടരുകയാണെന്നും ഇത് തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയും തന്നെ വല്ലാതെ വേദനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്ക് വിവാഹമോചനം നൽകണമെന്നാണ് വിജയുടെ ഭാര്യ സംഗീത ഇപ്പം കോടതിയിൽ നൽകിയിരിക്കുന്ന ഒരു ഹർജി എന്ന് പറയുന്നത്.
ഈ ഒരു നടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വിജയുടെ ജീവിതത്തിൽ 2021 കൊറോണയുടെ സമയത്താണ് ഈ ഒരു നടി പിന്നീട് വരുന്നതെന്നും അതിനുശേഷം വിജയ് വീണ്ടും ഇവരുമായിട്ട് വലിയ എന്താ പറയുക ബന്ധത്തിലേക്ക് പോവുകയും വിദേശ യാത്രകൾ അടക്കം നടത്തിയെന്നാണ് ഈ സംഗീത ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഈ ഒരു വാർത്ത വീണ്ടും എന്താണ് തമിഴ്നാട്ടിൽ വലിയ രീതിയിൽ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. വിജയ്ക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളൊക്കെ തമിഴ്നാട്ടിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം ഭാര്യയെ സംരക്ഷിക്കാൻ കഴിയാത്ത, സ്വന്തം ഭാര്യയെ ചതിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ ജനങ്ങളെ സേവിക്കുക, അല്ലെങ്കിൽ ഇയാൾ നാളെ ജനങ്ങളെ ചതിക്കില്ല എന്ന് ആര് കണ്ടു എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഒരു പറ്റം ആളുകൾ ഈ ഒരു എന്താ പറയുക ബന്ധത്തെ ഈ ഒരു നടിയെ തപ്പി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇവര് കണ്ടെത്തിയ ഉത്തരം എന്ന് പറയുന്നത് നടി തൃഷയാണ്. അങ്ങനെ നടി തൃഷയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന്റെ അടിയിലൊക്കെ പോയിട്ട് വലിയ രീതിയിലുള്ള തെറിവിളികളും കാര്യങ്ങളൊക്കെയാണ് തമിഴ്നാട്ടിലെ പ്രേക്ഷകരും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ വിജയ് ആരാധകർ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ വിജയ് ആരാധകരും വിജയ്ക്ക് എതിരെ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവാം. അങ്ങനെ നടി തൃഷയുടെ പോസ്റ്റിന്റെ അടിയിൽ പോയിട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു കാരണമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് 10 വർഷങ്ങൾക്ക് മുമ്പ് ഈ തൃഷ ഒരു അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ നോക്കിക്കോളൂ, ഇനി വരാനിരിക്കുന്ന 10 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഉറപ്പായിട്ടും തമിഴ്നാട്ടിൽ ഒരു മന്ത്രിയാകുമെന്ന് തൃഷ പറയുന്ന ഒരു എന്താ പറയുക ഒരു ഒരു അഭിമുഖത്തിന്റെ ഒരു ചെറിയ ഭാഗം എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിലൂടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് വിജയും തൃഷയും പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഒരു ഇലക്ഷനിൽ വിജയ് പങ്കെടുക്കാൻ തീരുമാനിച്ചതെന്നൊക്കെയുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങളൊക്കെ ആയിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ആളുകൾ. അങ്ങനെ ഇരിക്കെ ഈ ഒരു വാർത്ത വലിയ രീതിയിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കത്തി പടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് ദിവസം ഇതിങ്ങനെ പുറത്ത് വന്നിട്ട് കഴിഞ്ഞ 2 ദിവസം മുമ്പായിരുന്നു ഇത്തരത്തിൽ സംഗീത വിജയ്ക്കെതിരെ ഒരു വിവാഹമോചന ഹർജിയൊക്കെ നൽകിയിരുന്നത്. ഇപ്പോ ഇതാ മറ്റൊരു വാർത്ത കൂടെ വലിയ രീതിയിൽ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വിജയുടെ മകൻ സഞ്ജയ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു, വിജയെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്നും അൺഫോളോ ചെയ്തിരിക്കുകയാണ്. അതായത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വിജയെ ഫോളോ ചെയ്തിരുന്ന വിജയുടെ മകൻ ഇപ്പോൾ വിജയെ അൺഫോളോ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ആരാധകർക്കിടയിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. അതായത് ഒരു മകൻ തന്റെ പിതാവിനെ അൺഫോളോ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൻ അപ്പം അച്ഛനായിട്ടുള്ള വിജയുടെ ഭാഗത്ത് എന്തോ വലിയ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്നും മറിച്ച് തന്റെ അമ്മയാണ് ശരിയെന്നുള്ള രീതിയിൽ മകന്റെ കാഴ്ചപ്പാടാണ് ആളുകൾ എടുത്തു പറയുന്നത്. അപ്പം മകനൊക്കെ ഭാര്യയായിട്ടുള്ള സംഗീതയുടെ കൂടെയാണെന്നും സംഗീത പറഞ്ഞ കാര്യങ്ങൾ 100% ശരിയാണെന്നും വിജയുമായിട്ടാണ് വിജയ് ഇപ്പോൾ മറ്റൊരു നടിയായിട്ട് ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ തന്നെ വിജയ് എന്താ പറയാ സംഗീത പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്നും മകൻ സഞ്ജയ് ഇപ്പം സംഗീതയുടെ കൂടെയാണെന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ സാധൂകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സഞ്ജയ് എന്തായിരിക്കാം ഒരു പക്ഷെ വിജയെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് അൺഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സംഗീത പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. കോടതിയിൽ ഹർജി നൽകിയ സമയത്ത് സംഗീത പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ മറ്റ് പ്ലാറ്റ്ഫോമുകളിലൊന്നും വലിയ രീതിയിൽ വാർത്തയാവാത്ത രീതിയിൽ അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾ ഈ ഒരു കേസിലേക്ക് എത്തി നോക്കാത്ത രീതിയിൽ ഈ ഒരു കേസ് കൈകാര്യം ചെയ്യണമെന്ന് സംഗീത എടുത്തു തന്നെ കോടതിയോട് സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.